നമസ്കാരം. സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം രോഹിണി നക്ഷത്രത്തെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ്. ഈ രോഹിണി നക്ഷത്രക്കാരും രോഹിണി നക്ഷത്രക്കാരുടെ ബന്ധുക്കളും ഈ രോഹിണി നക്ഷത്രക്കാരുടെ ബന്ധുത കൂടാൻ പോകുന്നവരും ഇത് കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ചില ധാരണകൾ നിങ്ങൾക്ക് തരികയാണ്. അതായത് ഇവർ ജനിച്ച സമയമനുസരിച്ച് 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം, ഇങ്ങനെ 4 പാദങ്ങളിലും ജനിച്ചവരെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങളാണ് തരുന്നത്. അതും 4ആയിട്ട് തരം തിരിച്ചാണ് തരുന്നത്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുമായിട്ട് ഇടപഴകുന്ന എല്ലാവരും ഇത് കേൾക്കുക. അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എല്ലാവരും തന്നെ കുലീനന്മാരായിരിക്കും. ഇവർക്ക് നേത്ര രോഗങ്ങൾ ഉണ്ടാവുന്നതാണ്. മറ്റുള്ളവർക്ക് പ്രിയം തോന്നുന്നമാറ് സംഭാഷണം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നതാണ്. പാർശ്വഭാഗങ്ങളിലൊക്കെ മറുകിൻ്റെ അടയാളം ഉണ്ടായിരിക്കുന്നതാണ്. ശുദ്ധ മനസ്കരാണ്. സൗന്ദര്യമുള്ളവരും സമ്പന്നനും വളരെ വിദ്വാനുമായിരിക്കും ഇവർ. വിശിഷ്ട ഗുണങ്ങളും സഞ്ചാരശീലവും അനുസരണയും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമാണ്. കാലക്രമത്തിൽ ശരീരപുഷ്ടി ഉണ്ടാകുന്ന ഒരു ശരീര രീതിയാണ് ഇവരുടേത്. പാണ്ഡിത്യവും സുഗന്ധ വസ്തുക്കളിൽ പ്രിയവും വളരെയധികം ഇവർക്ക് കൂടുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് അറിവുണ്ടാവുന്നതാണ്. ഇടതുഭാഗത്ത് മറുകുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ പാദങ്ങളിലും ജനിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു പൊതുവായിട്ടുള്ള ഗുണമാണ്. ഇനിയും പറയുന്നത് 1-ാം പാദത്തിൽ ജനിച്ചാൽ ഇവർക്കുണ്ടാകുന്ന ചില ഗുണങ്ങളുണ്ട്. വേഗത്തിലും കോപത്തിലുമായിരിക്കും ഇവർ സംഭാഷണം ചെയ്യുന്നത്. കാര്യസാമർഥ്യം ഇവർക്കുണ്ടായിരിക്കുന്നതാണ്. ബന്ധുക്കളൊക്കെ അളവറ്റിവർ സ്നേഹിക്കും. രാജകീയ സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. ഇവര് വളരെ സംശയാലുക്കളായിരിക്കും. ശരീരം ഇവരുടെ ഇളം ചുവപ്പായിരിക്കും. സൈന്യം മുതലായവയുടെ നേതൃത്വ കാര്യങ്ങളിൽ ഇവര് വന്നു കഴിഞ്ഞാൽ വളരെ ശോഭിക്കുന്നതാണ്. ചെറിയ ചെറിയ രോഗപീഠകളൊക്കെ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. ഇവര് പൊതുവെ ശാന്തനാണെങ്കിലും എന്നാലും പരപീഠകൾ, അതായത് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന ആളുകളാണ്. 2-ാം പാദത്തിൽ ജനിച്ചാൽ നന്നായിട്ട് സംഭാഷണം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നതാണ്. സത്യത്തിൽ നിലകൊള്ളുന്ന ആളുകളായിരിക്കും. ഇവരുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഇവർക്ക് സ്വാധീനത്തിൽ നിർത്താൻ കഴിയുന്നതാണ്. ചെറിയ ചെറിയ രോഗപീഠകൾ ഇവർക്കുണ്ടാവും. മാറിടം വളരെ വിരിവുള്ളവരായിരിക്കും. മാതാഭക്തിയും ആദരശീലവും ഒക്കെ ഭവിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും വളരെ വിദ്വാനായി കാണുന്നതാണ് ഇവര്. 3-ാം പാദത്തിൽ ജനിച്ചാൽ സർക്കാർ പരമായിട്ടുള്ള ധനലാഭമൊക്കെ ഇവർക്കുണ്ടാവും. മനസ്സ് വളരെ ശുദ്ധമായിരിക്കും. ധനം അത്ര വേണ്ടുവോളം ഉണ്ടാവില്ല, വലിയ സമ്പത്തൊന്നും ഉണ്ടാവില്ല, എന്നാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. കണക്കിൽ ഇവർ വളരെ സമൃദ്ധരായിരിക്കും. സാഹിത്യത്തിൽ വാസനയുണ്ടായിരിക്കും. സത്യസന്ധതയും സുഖജീവിതവും ഒക്കെ ഇവരുടെ ഒരു വലിയ നേട്ടങ്ങളാണ്. അന്യായമായിട്ടുള്ള അഭിപ്രായങ്ങളെ ഇവർക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. 4-ാം പാദത്തിൽ ജനിച്ച രോഹിണിക്കാര് പരധനങ്ങളൊക്കെ അപഹരിക്കാൻ സാധ്യതയുള്ളവരാണ്. അതായത് ഒരു കള്ളനൊക്കെ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. പരസ്ത്രീ പുരുഷ തൽപരരായിരിക്കും. അതായത് സ്ത്രീ ആണെങ്കിൽ പുരുഷനും പുരുഷനാണെങ്കിൽ സ്ത്രീയിലും താല്പര്യം ഉണ്ടാവുന്നവരാണ്. എന്നാലും ഇവരുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കും. ബുദ്ധിശക്തിയും ശരീരശോഭയും ഒക്കെ ഇവർക്കുണ്ടാവുന്നതാണ്. തല വലിപ്പമുള്ളതായിരിക്കും. വിശാല മനസ്കരായിരിക്കും. ഏത് കാര്യത്തിലും സാമർഥ്യമുണ്ടായിരിക്കും. വളരെ സുന്ദര സുമുഖനായിട്ടൊക്കെ ആയിരിക്കും ഇവരെ കാണുന്നത്. കലകളിലും ശാസ്ത്രത്തിലും ഒക്കെ അറിവ് നേടും. ഇവരുടെ തോൾഭാഗം വളരെ ഉയർന്നിരിക്കും. അപ്പോൾ ഈ 4 പാദത്തിൽ ജനിച്ച രോഹിണിക്കാരുടെ പ്രത്യേക വിശിഷ്ട ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ മറ്റൊരു അറിയിപ്പ്, നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.